ഈ നോമ്പുകാലത്ത് മറന്നുപോയേക്കരുത്. ഈ നോമ്പുകാലത്തിന്റെ ഓരോ ദിവസവും വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരൊറ്റ ഓർമ്മ മതി. എന്താണ്? പാപം ചെയ്യാതിരിക്കാൻ ഒറ്റ കാരണം മതി. ഈശോ കുരിശിൽ വില കൊടുത്ത് മേടിച്ചെടുത്ത ജീവിതമാണ്. പ്രത്യേകിച്ച് നോമ്പുകാലത്തെ പീഡാസകര ദിവസങ്ങളിലൂടെയൊക്കെ അതിന്റെ ഓർമ്മകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ടതാണ്, അവൻ ശാപവാക്കൾ ഏറ്റതും ആട്ടുന്നുപ്പേറ്റതും മുട്ടിടിച്ച് വീണതും നാണം കെട്ടതും കുരിശിന്റെ ഭാരമേറി നടന്നതും കുരിശിൽ കയറിയതും തെറ്റിദ്ധരിക്കപ്പെട്ടതും ഒറ്റയ്ക്കായി പോയതും ദാഹിച്ചതും ചങ്ക് പൊട്ടി നിലവിളിച്ച് മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നതും എനിക്ക് രക്ഷ നേടിത്തരാൻ വേണ്ടിയിട്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. വില തരാൻ വേണ്ടിയിട്ടായിരുന്നു, എന്നെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കളയാൻ എനിക്ക് പറ്റത്തില്ല. പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 2:2 പൗലോസ്ലീഹയുടെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അറിയേണ്ടത് ഒറ്റ കാര്യം, എന്ത്? ക്രൂശിതനായ എന്റെ